ഹായ്. അപ്പോൾ ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ക്രിസ്മസ് ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് കുക്കീസ് ഉണ്ടാക്കാനായിട്ടുള്ള കുക്കി കട്ടർ മോൾഡായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപർപ്പസാണിത്, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു അത്യാവശ്യം കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പേപ്പർ അതിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ക്രിസ്മസ് ഡെക്കറേഷൻസിലുള്ള കുറച്ച് എന്താ പറയുക ഫിഗറിൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ജിഞ്ചർ ബ്രെഡ് മാൻ, ഓടുന്ന ജിഞ്ചർ ബ്രെഡ് മാൻ, പിന്നെ അതേപോലെ തന്നെ ക്യാൻഡി കെയിൻ, പിന്നെ സ്നോമാൻ, പിന്നെ റെയിൻഡിയർ അല്ല, ആക്ച്വലി ഇത് ഫോണാണ്, അത് ചെറിയ മാൻകുട്ടി, പിന്നെ ഏഞ്ചൽ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും കാണിക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ വരയ്ക്കാൻ. ഞാൻ അത്ര വരയ്ക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. എന്താ പറയുക, വളരെ ഈസിയാണ് വരയ്ക്കാൻ. നിങ്ങൾക്ക് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ട്രേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻസിൽ കൊണ്ട് ജിഞ്ചർ ബ്രെഡ് മാൻ, നോർമൽ ജിഞ്ചർ ബ്രെഡ് മാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? വളരെ ഈസിയാണ് ഔട്ട്ലൈൻ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് വരയ്ക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റായിട്ട് കാണാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയറായി കാണാൻ വേണ്ടി വരയ്ക്കണമെന്നുള്ളൂ. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടി ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല കേട്ടോ. അതേപോലെ ഓടുന്ന ജിഞ്ചർ ബ്രെഡ് മാൻ. ക്യാൻഡി കെയിൻ വരച്ചു. ഇതേപോലെ തന്നെ ഫോൺ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. കണ്ടില്ലേ? ഇത് ഇത്രയും ഈസിയാണ് വരയ്ക്കാനായിട്ട്, അല്ലാതെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഫെയറി. അപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യണത് നമ്മൾ ആദ്യം തന്നെ ഓരോ ഫിഗറിൻസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടല്ലേ? ഓരോ ഫിഗറിൻസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. വളരെ ഈസിയാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാം. അധികം സമയം എടുക്കില്ല, വളരെ വേഗം കഴിയും. നിങ്ങൾക്കിത്
എന്താ പറയുക കുക്കി മോൾഡായിട്ട് യൂസ് ചെയ്യാം. കുക്കി മോൾഡ് വാങ്ങിക്കാനായിട്ട് ഒരു എന്താ പറയുക അഡീഷണൽ എക്സ്പെൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിത് കുക്കി മോൾഡായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കിത് കളറ് റെഡും ഗ്രീനും ആണല്ലോ ക്രിസ്മസ് കളേഴ്സ്. അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് ട്രീമോ തൂക്കിയിടാനും പറ്റും ഒരു വള്ളി കൊടുത്തിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളും എടുക്കട്ടെ. അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഇതേപോലെ കട്ട് ചെയ്ത് അതിനൊന്നും കൂടി അങ്ങോട്ട് ഫിനിഷിങ് ആക്കി എടുക്കുക. കാണാനുള്ള ഭംഗിക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഞാനിതെല്ലാം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് എന്താ പറയുക കളർ ചെയ്യണില്ല ഇപ്പോൾ. ഞാൻ എൻ്റെ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾഡായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണാറുള്ളവരാണെങ്കിൽ അത് കണ്ടോളൂ. ഞാനിത് വെച്ചിട്ടാണ് പ്രാവശ്യം കുക്കീസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീം തൂക്കാനാണെങ്കിൽ നിങ്ങൾ ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. അതേപോലെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിങ്ങനെ തൂക്കിയിടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ക്രിസ്മസ് കുക്കി മോൾഡ് അല്ലെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷൻ. താങ്ക് യു.